നിങ്ങൾ നോക്ക്, പാനൂർ CI ബെന്നി സാർ പാനൂർ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ യുവാക്കൾ ഒരു പണിയും ഇല്ലാണ്ട് റോഡുമിൽ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ ആളുകൾ ആടുന്നപ്പോഴത്തും ചെറുങ്ങനെ വർത്താനം പറഞ്ഞിട്ടാണ് ഇവിടെ കച്ചറെല്ലാം ഉണ്ടാകുന്നതെന്ന് ബെന്നി സാറിന് മനസ്സിലായപ്പോൾ ആ റോഡിൻ്റെ സൈഡിലുള്ള സകല മനുഷ്യന്മാരെയും സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് PSC പഠിപ്പിച്ച് 79 ആൾക്കാർ ജോലി കിട്ടിയത്. ഇപ്പം പാനൂർ പോലീസ് സ്റ്റേഷനിൽ ആടത്തേക്ക് ആളുകളെ പ്രളയം, ഞാളെയും കൂട്ടുന്ന് ഇരിപ്പിച്ചങ്ങ് പഠിപ്പിച്ച് ആ റോഡിൻ്റെ സൈഡിലിരിക്കുന്ന സമയത്ത് ഇവരെ ഫിസിക്കൽ ട്രെയിനിങ്ങും ഷട്ടിലും വോളിബോളും PSC പുസ്തകങ്ങളും കണക്ക് പാഠങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു 3 കൊല്ലം കൊണ്ട് നമ്മൾ കണ്ടത് 79 ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചിലരുടെ കാര്യമാണോ അത്? അപ്പോൾ ഈ വെറുതെ ഇരിക്കുന്ന പ്രശ്നം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലഹരി അല്ല ഇവിടുത്തെ വിഷയം. സിഗരറ്റാണോ പ്രശ്നം? കഞ്ചാവാണോ പ്രശ്നം? MDMA ആണോ പ്രശ്നം? വെറുതെ ഇരിക്കലാണ് പ്രശ്നം. പാനൂർ ടൗണിൽ റോഡിൻ്റെ സൈഡിൽ വെറുതെ ഇരുന്നപ്പോഴാണ് അടി ഉണ്ടായത് എങ്കിൽ അടി എപ്പോൾ ഉണ്ടായത്? മനുഷ്യന്മാർ വെറുതെ ഇരുന്നപ്പോൾ. ശരിയാണോ? അപ്പം ലഹരിക്കെതിരെ പോരാട്ടം നടത്തുക എന്ന് പറഞ്ഞാൽ കഞ്ചാവിനെതിരെയാണോ നിങ്ങൾ പോരാട്ടം നടത്തേണ്ടത്? എന്തിനെതിരെയാ? മക്കൾ വെറുതെ ഇരിക്കലിനെതിരെയാണ് പോരാട്ടം നടത്തേണ്ടത്.